ഖാദർ സാഹിബ് ആദ്യമേ നിർവഹിക്കുകയാണ്. പ്രാവിനെ പറത്തിയിട്ടാണ് അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളും. ആവേശം മലനില്ലുന്ന പരപ്പനങ്ങാടി കോഓപ്പറേറ്റീവ് കോളേജിന്റെ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രിയപ്പെട്ട KN ഖാദർ സാഹിബ് നിർവഹിച്ചു കഴിഞ്ഞു. ഉദ്ഘാടന പ്രഭാഷണത്തിന് വേണ്ടി പ്രിയപ്പെട്ട MLA സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പരപ്പനങ്ങാടി കോഓപ്പറേറ്റീവ് കോളേജിന്റെ പ്രിയങ്കരനായ യൂണിയൻ ചെയർമാൻ അനീഷ് ചിറയിൽ, ഇവിടെ വിശിഷ്ടാതിഥികളായി സംബന്ധിക്കുന്ന കേരളത്തിൻ്റെ 2 പ്രിയപ്പെട്ട കലാകാരന്മാർ ശ്രീ സാജൻ പള്ളുരുത്തി, നജീം അർഷാദ്, ഈ കോളേജിൻ്റെ സ്ഥാപകനും നടത്തിപ്പുകാരനും നിങ്ങൾക്കെല്ലാം പ്രിയങ്കരനുമായ എൻ്റെ സ്നേഹിതൻ അഡ്വക്കേറ്റ് KK സൈദലവി, പ്രിയങ്കരനായ അബ്ദുറഹിമാൻ കുട്ടി, എൻ്റെ മാന്യസ്നേഹിതൻ മെഹർ മുസ്തഫ, ഇവിടെ സന്നിഹിതരായ ഇതര വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ ഗുരുജനങ്ങളെ, അധ്യാപകന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സഹകരണ കോളേജിലാണ് എത്തിച്ചേർന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും വളരെ നന്നായി പഠിക്കുന്നവരും കലാപരമായ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിൽ താൽപ്പര്യമുള്ളവരും സർവോപരി ഈ സ്ഥാപനത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ഉത്തമ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരുമാണ് എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കോളേജ് യൂണിയൻ സെക്രട്ടറിയായും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായും ഫൈൻ ആർട്സ് സെക്രട്ടറിയായും നാടകങ്ങളിൽ അഭിനയിക്കുന്ന നടനായും പ്രസംഗകനായുമൊക്കെ ഒരു കോളേജ് ജീവിതം എനിക്കുമുണ്ടായിരുന്നു എന്നത് ഏറെ സന്തോഷത്തോടു കൂടി ഞാനിപ്പോൾ അനുസ്മരിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഞങ്ങളെല്ലാം പഠിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മികച്ച സംവിധാനങ്ങളും സൗകര്യങ്ങളും പഠനത്തിനും പാഠ്യേതര വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ലഭ്യമാണ്. ബയോടെക്നോളജിയും ഇൻഫർമേഷൻ ടെക്നോളജിയും നാനോ ടെക്നോളജിയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വികാസം പ്രാപിച്ച ഒരു സമയമാണ്. വെച്ചൂർ പശു, ബോയർ ആട്, മംഗള, സുമംഗള, ശ്രീമംഗള കമുകിൻ തൈകൾ, N4 കപ്പ തുടങ്ങി നല്ല ഇനത്തിൽപ്പെട്ട മനുഷ്യരെ ജനിപ്പിക്കാൻ വരെ ഇന്ന് ശാസ്ത്രത്തിന് കഴിയും. ഒരു പക്ഷേ 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ കൃഷിഭവനുകൾ വഴി നല്ല മനുഷ്യ കുഞ്ഞുങ്ങളുടെ വിത്തുകൾ നമുക്ക് ലഭ്യമാകും. ആ വിത്തുകൾ അതാതിൻ്റെ പാടശേഖരങ്ങളിൽ വിതച്ചാൽ നല്ല ഇനത്തിൽപ്പെട്ട മക്കളുണ്ടാവും. ജൈവ സാങ്കേതിക വിദ്യ അത്രമാത്രം വികാസം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ 1994 ഏപ്രിൽ മാസം 15 മൊറോക്കോയിലെ മരാക്കേഷിൽ വെച്ച് ഒപ്പുവെച്ച ജനറൽ എഗ്രീമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന ഗാട്ട് കരാർ അനുസരിച്ച് അതിൻ്റെ 23-ാം വകുപ്പിലെ ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്ന ട്രിപ്സ് വ്യവസ്ഥ അനുസരിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് 20 വർഷത്തേക്ക് പ്രോഡക്റ്റ് ബേസ്ഡ് പാറ്റന്റ് റേറ്റ് കൊടുക്കാൻ രക്ഷിതാക്കൾ നിർബന്ധിതമാകും എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ട് സാധ്യമാകാത്ത ഒന്നുമില്ല എന്ന മട്ടിലാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. പൈലറ്റില്ലാത്ത വിമാനങ്ങൾ, ഡ്രോൺ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന വിമാനങ്ങൾ യുദ്ധ മേഖലകളിലും മറ്റും സജീവമായി ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം വരെ ഡ്രോൺ വിമാനം നിർമ്മിക്കുന്ന തിരക്കിലാണ്. പ്രകാശമാണ് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്ന നമ്മുടെ പഴയ പാഠം മാറ്റുവാൻ ന്യൂട്രിനോ എന്ന് അറിയപ്പെടുന്ന പദാർത്ഥ കണികകളുടെ പരീക്ഷണത്തിൻ്റെ ഫലമായി പ്രകാശത്തെക്കാൾ വേഗത്തിൽ പദാർത്ഥം സഞ്ചരിക്കുന്നു എന്നുവരെ ലോകം ഇന്ന് വിശ്വസിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എന്താണ് പഠിച്ചതെന്നും ആരായിരുന്നു എൻ്റെ അധ്യാപകരെന്നും അവരോട് എനിക്കുണ്ടായിരുന്ന ബന്ധം എന്തായിരുന്നുവെന്നും ഒരു വേള ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ചിന്തിച്ചുപോയി. നിങ്ങളെ കണ്ടപ്പോൾ ആവേശത്തിനിടയിൽ അവയെല്ലാം മറന്നുപോയി എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി അതെൻ്റെ സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുവരികയാണ്.
രണ്ടും മൂന്നും തവണ കൃഷിയേറ്റുന്ന കണ്ടങ്ങളെയും വണ്ടും ഞണ്ടും വടിവട് കളിക്കുന്ന കച്ചങ്ങളെയും തണ്ടും കെട്ടി തരമൊട് ചരിക്കുന്ന വള്ളങ്ങളെയും കണ്ടും കൊണ്ട ചെറുപുഴകൾ തൻ തീരമാർഗേണ പോക വഞ്ചിക്ഷോണിക്കൊരു തിലകമാമപ്പുരത്തേക്ക് പോകും വഞ്ചിക്കൂട്ടം വരുമളവിലെ തോട്ടുവാരത്തൊതുങ്ങി വഞ്ചിക്കേണമേറെ മരനീരുള്ളിലുണ്ടാക മൂലം വഞ്ചിത്ത ഭ്രാന്തഴുമരയരാം നാവികക്കയ്യരേ നീ കണ്ടാലാർക്കും കൃതകപതകം തന്നെയാണെന്നതല്ലാതുണ്ടാകുമല്ല മനമതിൽ മറിച്ചെണ്ണം ഔവണ്ണമായി മിണ്ടാതെ കണ്ടതിനു മുകളിൽ ചേർന്ന ചേണാർന്ന നിന്നെ കൊണ്ടാടും കണ്ടിരു കരയിലും നോക്കി നിൽക്കുന്ന ലോകം 1968 ഗോപാലൻ മാഷ് പഠിപ്പിച്ചതാണ്. നിങ്ങളുടെ പിതാമഹന്മാർ പോലും ജനിക്കുന്നതിന് മുമ്പ് 1968. When a substance is immersed in a liquid, it suffers an apparent loss of weight, which is equal to the weight of the water displaced by the body. 1969 കനകവല്ലി ടീച്ചർ പഠിപ്പിച്ചതാണ്. इतना ही चक्कर काकर चंगों ने चढ़ना सीखा, गुरु गिरवर से गिरगिर कर नदियों ने बहना सीखा, सिर पड़क पड़क पत्थर पर चरणों ने चढ़ना सीखा. സരസ്വതി ടീച്ചർ 1970 പഠിപ്പിച്ചതാണ്. അന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഹിന്ദി അധ്യാപികയുണ്ടായിരുന്നു, ചന്ദ്രമതി ടീച്ചർ എന്നാണ് പേര്. ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അവർ ഹിന്ദി ഗ്രാമർ പറഞ്ഞുകൊണ്ടാണ് വരിക. ഹിന്ദി മേം ഭൂതകാൽ ചേ പ്രകാർ കേ ഹോത്തെ ഹേ എന്ന് പറഞ്ഞ് ആസന്ന ഭൂതകാൽ, സന്നിഗ്ധ ഭൂതകാൽ, അവസാനത്തെ ഭൂതകാലം ഹേതു ഹേതുമത്ത് ഭൂതകാലാണ്. ഇവിടെ ഹിന്ദി പഠിക്കുന്ന ആർക്കെങ്കിലും ഹേതു ഹേതുമത്ത് ഭൂതകാലത്തിനൊരു ഉദാഹരണം പറയാൻ കഴിയുമോ? ഞാൻ പറയാം. അഗർ ലാട്ടി മിൽത്തെ തോ സാംകോ മാർത്ത, വടി കിട്ടിയിരുന്നെങ്കിൽ പാമ്പിനെ കൊല്ലുമായിരുന്നു. വടി കിട്ടിയിട്ടുമില്ല, പാമ്പിനെ കൊന്നിട്ടുമില്ല. അങ്ങനെ കാണാതെ പഠിച്ച് കാര്യങ്ങൾ ഉരുവിട്ടിരുന്ന കാലം പോയി. പുതിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി നിങ്ങൾ ജീവിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വികാസമുണ്ടായ പുതിയ ലോകത്താണ് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പഠനകാലത്ത് ഞങ്ങൾ പഠിച്ചു വെച്ചതൊക്കെ ഓർത്തിരിക്കാൻ നല്ലതാണെന്നല്ലാതെ ജീവിതത്തിൽ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ നദികളും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഒരേ കടലിൽ ചേരുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഒരേ ആത്മാക്കളാണ്. ആത്മാക്കൾക്ക് ജാതിയോ മതമോ സ്ത്രീ പുരുഷ ഭേദമോ ഇല്ല. എല്ലാ സ്ത്രീയും പുരുഷനും എല്ലാ ജീവജാലങ്ങളും എല്ലാ മനുഷ്യരും ആത്മാക്കളാണ്. ആ ആത്മ ഭൗതികങ്ങളുടെ ആരോഗ്യകരമായ സമന്വയത്തിലൂടെ ഉണ്ടായ നാം ശാന്തമായൊരു ജീവിതം നമ്മുടെ സഹജീവികൾക്ക് ഉണ്ടാകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഏർപ്പെടേണ്ടത്. എന്ന് നിങ്ങളെല്ലാവരും ഈ പുതിയ വലിയ മുതിർന്ന പൗരന്മാരായി സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഈ സമൂഹത്തിന് മാർഗദർശനം നൽകാനുള്ള കഴിവുണ്ടാവണം. നിങ്ങളെല്ലാം നല്ല വ്യക്തിത്വങ്ങളായി വളരണം. കൂട്ടായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ആവേശം വ്യക്തിഗതമായി ചിന്തിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തുഷ്ടരാകാൻ കഴിയണം. ഇപ്പോൾ ഇവിടെ ഒരുപാട് പേരുള്ള സമയത്ത് ഓരോരുത്തർ പലതും കാണിക്കും. അപ്പോൾ അതിനെല്ലാം കയ്യടി കിട്ടും, പ്രോത്സാഹനങ്ങൾ. അവിടെ 2 കമ്പൊടിച്ച് അത് മോട്ടോർ സൈക്കിളിൽ വെച്ച് വരുന്നവരും ആർത്ത് അട്ടഹസിക്കുന്നവരുണ്ട്. ഒറ്റക്ക് അവനത് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആളുകൾ പറയും അവന് ഭ്രാന്താണെന്ന്. അതാണ് വ്യത്യാസം. അപ്പോൾ ഒരുമിച്ച് ഒരാൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി പേഴ്സണൽ സൈക്കോളജി. അപ്പോൾ ഇൻഡിവിജ്വലും ആൾക്കൂട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ആ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള കഴിവും കരുത്തും നിങ്ങൾ ആർജിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നല്ല കലാകാരന്മാരും നല്ല ശാസ്ത്രജ്ഞന്മാരും ഒക്കെയായി നിങ്ങൾക്ക് മാറാൻ കഴിയണം. കാരണം കുട്ടികളെല്ലാം ബീജങ്ങളെപ്പോലെ വിത്തുകളാണ്. ഒരു വിത്ത് എടുത്ത് വിശ്ലേഷണം ചെയ്താൽ ആ വിത്തിനകത്ത് സുഗന്ധം കണ്ടെത്താൻ കഴിയില്ല, ഒരു വൃക്ഷത്തെ കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ ആ വിത്തിനകത്ത് ഒരു വൃക്ഷവും പൂക്കളും കായ്കളും അന്തർലീനമാണ്. വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന, വൃക്ഷത്തിൽ വിത്തുകൾ നിറക്കുന്ന, കാറ്റിൻ്റെ കൈകളിലെടുത്തവയെ എമ്പാടുമായി കുടിയിരുത്തി ഇടിവെട്ടി മുളപൊട്ടി ഇല നീട്ടി വെയിൽ മോന്തി ശതശാഖികൾ പടർത്തിയൊരു കാടിൻ്റെ സാന്ദ്ര ഹരിതാഭമാം ദൃശ്യമാം സംഗീതമാക്കുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം എന്ന് കവി പാടിയിരുന്നു. അങ്ങനെയുള്ള അത്ഭുതകരമായൊരു പ്രതിഭാസമായൊരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിനപ്പുറത്തേക്കൊന്നും നമുക്കറിയില്ല. നമ്മൾ ഭാഗ്യവാന്മാരാന്ന് ഞാൻ പറയാം. വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിഷ്ടം കൊണ്ടല്ല നമ്മൾ ജനിച്ചത്, നമ്മളിഷ്ടം കൊണ്ടല്ല നമ്മൾ മരിക്കുന്നത്. നമ്മുടെ ജനിമൃതികൾക്കിടയിൽ നമുക്ക് വീണ് കിട്ടുന്ന ഈ ഇടവേള നമുക്ക് സമ്മാനിച്ചത് ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹമാണ്. മനോഹരമായ ഭൂമി, നല്ല പർവ്വതങ്ങൾ, താഴ്വാരകൾ, പൂനിലാവ്, സൂര്യോദയം, അസ്തമയം, കിളികൾ, മനോഹരമായ നദികൾ, ഇതെല്ലാം ഉള്ള ഒരു സ്ഥലത്ത് ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പാടിയ വയലാർ രാമവർമ്മയെ പോലെ ഒരു ജന്മത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രം പറഞ്ഞ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഉപസംഹരിച്ചു. ബഹുമാനപ്പെട്ട